നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നില്ലേ ഓണം അടുക്കാറായപ്പോഴും ഇല്ലേ ഒരു കൊച്ചു ഡിസ്കൗണ്ട്സ് ചെയ്ത വലിയ ഓവറായിട്ടുള്ളതില്ല, എന്നാലും അത്യാവശ്യം ഡിസ്കൗണ്ടഡ് റേറ്റിൽ തന്നെ തരുന്നത്. ഈ സാരീസ് നേരത്തെ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സാരീസാണ്. ഇതിൻ്റെ എല്ലാ കളേഴ്സും ഞാൻ അന്ന് കാണിച്ചില്ല, കാരണം ഷോപ്പിൽ കീപ്പ് ചെയ്യേണ്ടത് കൊണ്ട്. സ്റ്റോക്ക് ഒത്തിരി വന്നെങ്കിലും ഇതുപോലത്തെ കുറച്ച് കളേഴ്സ് കാണിച്ചായിരുന്നു. 2499 ആണോ 399 അങ്ങനെ ഏതാണ്ടായിരുന്നു അതിൻ്റെ റേറ്റ്. ഇപ്പോഴത്തെ വില, സോറി, സാരി മാറിപ്പോയി, ഞാൻ ഉദ്ദേശിച്ച സാരിയല്ല കേട്ടോ. 1899 ആയിരുന്നു ഇതിൻ്റെ വില, അന്നത്തെ വില. ഇപ്പോഴത്തെ വില 1399. നല്ല മൽച്ചന്തേരിയുടെ കൈൻഡ് ഓഫ് ഫാബ്രിക് വരുന്ന ഈ മൽച്ചന്തേരിയുടെ ഫാബ്രിക് എന്ന് പറയുമ്പോഴേ അത് തന്നെ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ചന്തേരി എന്ന് പറഞ്ഞാൽ തന്നെ വിവിധ തരമുണ്ട്. അതിനകത്ത് ഇപ്പോഴും ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് മൽച്ചന്തേരി. അതിൽ തന്നെ കനമുള്ളതും കനം കൂടിയതും മിനുസം കൂടിയതും മിനുസം കുറഞ്ഞതും എല്ലാം വരുന്നുണ്ട്. ഇത് മൽച്ചന്തേരിയുടെ ഒരു ഫാബ്രിക്കാണ്. അതിനകത്ത് ഓവറായിട്ടുള്ള ഒരു മിനുസമല്ല, ഒരു ഗ്ലോ അത് ഇല്ലാത്ത, എന്നാൽ ഒരു സിൽക്കി ഫീൽ തോന്നിക്കുന്ന ഒരു സാരി. നല്ലൊരു സാരി. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ സിമ്പിൾ ബട്ട് എലഗൻ്റ് എന്ന് പറയും. നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് ഇങ്ങനെ പ്ലെയിൻ ബോഡിയിൽ കോൺട്രാസ്റ്റ് ബോർഡർ വരുന്നത്. അതിൻ്റെ ഒരു ഭംഗിയുള്ള ഒരു വേർഷൻ ഇതാണ് അതിൻ്റെ മുന്താണി. ഉണ്ടോ, നല്ല ഭംഗിയല്ലേ. 1399 രൂപയ്ക്ക് ഈ സാരി എന്ന് പറയുമ്പോൾ ഇത് നല്ല അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇത് ഫുള്ള് വീവിങ് ആണ്, ഈ കാണുന്നത് മുഴുവൻ വീവിങ് ആണ്. ഇനി ബ്ലൗസ് വന്നിട്ട് ഇതേണ്ട ഇങ്ങനെ. ഈ സാരിയുടെ ഉടുത്തുള്ള ഒരു ഷോർട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇത് ഉടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അല്ലെങ്കിൽ നിങ്ങൾ ഇസബല്ല ഫാഷൻ സ്റ്റോഴ്സിൻ്റെ ഷോർട്സ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ കാണാം ഈ സാരി ഉടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അന്നേരം കാണാം കേട്ടോ. അപ്പം എന്നാ പറയാം, ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. ബോഡിയുടെ കളറ് ഒരു സാൻഡൽ ഷെയ്ഡ് കേട്ടോ, നല്ല ഭംഗിയാണ്. ആദ്യത്തെ സാരി ഞാൻ മൊത്തത്തിലൊന്ന് പറയാവുന്ന അത്രയും പറഞ്ഞ് വിശദീകരിച്ച് കാണിക്കാം. പിന്നെ ഇതിനകത്തുള്ള ഒരു കുഴപ്പം പറയട്ടെ, സിംഗിൾ പീസസ് ഓൺലി. ചിലതിന് 1-2 ഒന്നിലധികം പീസസ് ഉണ്ട്, ബാക്കി എല്ലാത്തിനും സിംഗിൾ പീസസ് മാത്രമേ ഉള്ളൂ. ബണ്ടിൽ ടു ബണ്ടിലായിട്ട് വന്നതാണ്. നേരത്തെ വീഡിയോയ്ക്കകത്ത് ഈ സാരി വന്നതാണ്. അപ്പോൾ ഇതാണ് സാരി. 1899. ഇപ്പോഴത്തെ വില 1399. കുറേ ഡിസ്കൗണ്ട് അല്ലേ. ഞാൻ വേറെ ഏതോ സാരിയാണ് മനസ്സിൽ കിടക്കുന്നത്. ആ സാരി റേറ്റും ഒക്കെ വിചാരിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ചിന്ന ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞു. അടുത്ത കളറിൻ്റെ നീ ഇങ്ങനെ കാണിച്ചാൽ ഇതും കൂടെ കാണിക്കണമായിരിക്കും അല്ലേ. നല്ലൊരു പാരറ്റ് ഗ്രീൻ വിത്ത് ഈ ഒരു റാണി പിങ്ക് ഷെയ്ഡ്. ഈ ഒരു നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെ ഒരു ഇച്ചിരി ഈ ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്, വീവിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊരു നല്ലൊരു ഭംഗിയാട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ മുന്താണി കണ്ടോ, എന്നാ രസമല്ലേ. ഈ റാണിപ്പിങ്ങിനൊരു പ്രത്യേകതയല്ലേ. ഞാനൊക്കെ നേരത്തെ ഓർക്കുന്ന ഒരു പ്രായത്തിലൊക്കെ ഞാൻ ഓർക്കുന്ന റാണിപ്പിങ് ഭയങ്കര കടുംവെട്ട് കളർ അങ്ങനെ ചിന്തിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം എൻ്റെ ആ ഒരു ചിന്താഗതി മാറി. എനിക്കിപ്പം ഇങ്ങനെ ബ്ലൗസുകളൊക്കെ ഇടുമ്പോൾ റാണി പിങ്ക് ആണെങ്കിൽ അതിനൊരു ഭയങ്കര ഭംഗിയാണെന്നൊരു ഭയങ്കര ഒരു തോന്നലുണ്ട്. ഈ മൊത്തത്തോടെ റാണി പിങ്ക് കൊടുക്കാൻ അത്ര ചില സമയത്തൊരു കംഫർട്ട് ഫീൽ തോന്നിയാൽ ചില മെറ്റീരിയൽ വരുമ്പോൾ നല്ലതാണ്. പക്ഷേ ഇത് വേറൊരു കോൺട്രാസ്റ്റ് ആയിട്ട് മുന്താണിക്കും ബ്ലൗസിനും മാത്രം വരുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുക. ഇതിപ്പില്ലേ സ്ക്രീനെ കാണുമ്പം, അതായത് വീഡിയോയിൽ കാണുമ്പം ഭയങ്കര ഒരു പച്ചയായിട്ടാണ് നിൽക്കുന്നത്, ഭയങ്കര ബ്രൈറ്റ് പച്ചയായിട്ടാണ് നിൽക്കുന്നത്. അത് ലൈറ്റ് നേരെ അടിക്കുന്നതുകൊണ്ട് അത്രയും ബ്രൈറ്റ്നസ് ഇല്ല. നല്ല ഒരു ഗ്രീൻ ഷെയ്ഡാണ്, നല്ലൊരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. അങ്ങനെ എറിച്ച് നിൽക്കുന്ന ഒരു കളറല്ല കേട്ടോ. നല്ല കളറാണ്, നല്ല എന്നാ പറയുന്നത്, ഒട്ടും അയ്യേ എന്നോ കളറാണ് എന്ന് തോന്നിക്കുന്ന ഒരു കളറല്ല ഇത്. അതെന്നാന്നറിയോ, ലൈറ്റിൻ്റെ വെട്ടം വരുമ്പോൾ ചില കളറുകൾ വരുമ്പോൾ അത് ആ ഒരു ഇതിൽ തോന്നിക്കുന്നു കേട്ടോ. എന്നാ കോമ്പിനേഷനാണെന്ന് നിങ്ങൾ നോക്കിക്ക്. നല്ല രസമല്ലേ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ പല സാരീസും കാണുന്നത് കാര്യം നമ്മുടെ ഷോപ്പിൽ ഞാൻ തന്നെ പർച്ചേസ് ചെയ്തതാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ കാണുന്നതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് എല്ലാം പോയി എടുത്ത് നോക്കാൻ നേരം കിട്ടാറില്ലല്ലോ. അടുത്തത് അടിപൊളി. എന്നെക്കൊണ്ട് ഇവിടെ വെപ്പിച്ചിട്ട് ബാലൻസ് അവിടെ കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇത് നോക്കി വെച്ച്. അടുത്തത് പർപ്പിൾ അല്ലെങ്കിൽ വൈൻ കളർ. അതിൻ്റെ മുന്താണി വരുമ്പോൾ നേവി ബ്ലൂ വരും. കണ്ടോ, ഓരോ കളറും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്.
ഓരോന്നിനും അതിൻ്റെതായ ബ്യൂട്ടി. ഇതിനൊരു നല്ലൊരു ആന്റിക് ടച്ച് ഉണ്ട്. ഈ ഒരു നേവി ബ്ലൂവേൽ ഈ ഒരു സിൽവർ അല്ലെങ്കിൽ ഒരു മെഹന്തിയുടെ ഈ ഒരു നേവി ബ്ലൂ വരുമ്പോൾ, ഞാൻ നേവി ബ്ലൂ എന്തോ പറഞ്ഞത് ഇവിടെ തൊട്ടോണ്ടാ പറഞ്ഞത്. അപ്പം ആ ഒരു ഇത് വരുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ കളേഴ്സ് ഉണ്ട്. അടുത്തത് നമ്മുടെ റസ്റ്റ് ഓറഞ്ച് അല്ലെങ്കിൽ ബേൺഡ് ഓറഞ്ച് വിത്ത് മെറൂൺ. ഇതാണ്. ഹായ്, പിന്നെ ഭംഗിയാൻ നോക്കും. മുന്താണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സെറി എനിക്ക് കുഞ്ഞു പ്രായത്തിൽ തൊട്ടുള്ള ഒരു ഭ്രാന്താ അത്. എനിക്ക് എന്നെ ഇഷ്ടമെന്നറിയോ ആ ഒരു സാധനം കയ്യിലൊക്കെ വരുന്ന ചെറിയ പ്രായത്തിലെ ഇങ്ങോട്ട് വാ, സാരിയോടെ പറഞ്ഞു കേട്ടോ. പട്ടുപാവാടകളെയൊക്കെ എനിക്ക് മിസ് ചെയ്യും. അന്ന് തൊട്ട് തുടങ്ങിയ ഒരു ഇഷ്ടമായി ഈ കസവ്. അങ്ങനത്തെ കസവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കസവ്, എല്ലാമല്ല. ബേൺഡ് ഓറഞ്ച് വിത്ത് മെറൂൺ. ഇതും ഈ പറഞ്ഞ നല്ലൊരു ആന്റിക് ഫീൽ തന്നെ. 1399 ഈ സാരി നിങ്ങൾക്ക് എന്താന്ന് പറഞ്ഞാലും വർത്ത. ഞാൻ ഓരോന്നിന്റെ ബ്ലൗസ് കാണിക്കാത്തതുകൊണ്ടൊന്നും ഓർക്കരുത്. ഇതാ ഇതിന്റെ ബ്ലൗസ്. ഈ കോൺട്രാസ്റ്റ് വരുന്ന ഇതാണ്. കോൺട്രാസ്റ്റ് വിത്ത് ഈ ബോർഡറാണ് ബ്ലൗസ് ആയിട്ട് വരുന്നത്. കോൺട്രാസ്റ്റ് മീൻസ് മുന്താണിക്കും ബോർഡറിനും വരുന്ന ആ ഒരു സെയിം കളർ തന്നെയാണ് ബ്ലൗസ് ആയിട്ട് വരുന്നത്. അടുത്തത് മസ്റ്റാർഡ് യെല്ലോ വിത്ത് ഡാർക്ക് ഗ്രീൻ. ബ്ലാക്ക് ആണോ എന്ന് ഒറ്റ നോട്ടത്തിൽ ഒരു തോന്നൽ തോന്നും. അല്ല, മഞ്ഞയും പച്ചയും അല്ലേ. ഞാൻ പറയുന്ന കളർ ഞാൻ മനസ്സിൽ പറയുന്നത് നാവേ വരുമ്പോൾ വേറെ ആയി പോകുന്നുണ്ട്. സെക്കൻഡുകൾക്കുണ്ടല്ലേ. ഇതാ മുന്താണി, ബ്ലൗസ്. കറുപ്പ് വിത്ത് പീച്ച്, ഡാർക്ക് പീച്ച്. ഉണ്ടോ? നല്ല രസമല്ലേ. ഞാൻ ഈ സാരിയുടെ ഭംഗി ഓർത്ത് കണ്ടിട്ടിരിക്കുവോ സത്യമായിട്ടും അത് കേട്ടോ. ഞാൻ എന്തൊക്കെയോ ഓർക്കുവാണേ, ഇത് അങ്ങനെ ഉടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ക്യാമറ ഉണ്ടെന്നോ വീഡിയോ എടുത്തോണ്ടിരിക്കുക എന്നുള്ള കാര്യം ഞാൻ മറന്നു പോവുക. ഇന്നുണ്ടോ ഒരു ടസർ ഫീൽ തോന്നുന്നില്ലേ അതിൻ്റെ ഒരു ഇത് കണ്ടിട്ട്, വീവിങ് കണ്ടിട്ട്. ടസർ അല്ല കേട്ടോ, ഇത് ശരിക്കും പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത് ചന്ദേരി മൽ എന്നാണ്. അടുത്തത് മസ്റ്റാർഡ് യെല്ലോ വിത്ത് ഗ്രീൻ ആണ് മുമ്പേ കണ്ടത്. ഇപ്പൊ കാണുന്നത് മെറൂൺ അല്ലെങ്കിൽ ചില്ലി റെഡ്. റെഡിഷ് മെറൂൺ, അതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള കളർ കേട്ടോ. ബ്ലൗസ് വരുമ്പോ ഇതാണ് ബ്ലൗസ്. ബ്ലൗസ് അല്ല, കയ്യല്ല സാധനം വന്നു കഴിയുമ്പോൾ എന്നെ രസമായിരിക്കും. നമ്മളിത് ട്രഡീഷണലാ, എപ്പോഴും കാണാത്ത ഒരു സംഭവം എന്നല്ല. പിന്നെ ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു ഇച്ചിരി ഒരു ബോൾഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു വീവിങ്, ബോഡിയിലെ ബോർഡറിലെ വീവിങ്ങും അതൊക്കെ കൂടെ കൂടുമ്പോൾ നല്ല ഓരോ ടൈപ്പിലും ഓരോ. നല്ല പീക്കോക്ക് ബ്ലൂ വിത്ത് നേവി ബ്ലൂ, പീക്കോക്ക് ബ്ലൂ വിത്ത് നേവി ബ്ലൂ. ഹായ്, പിന്നെ രസമല്ലേ. ഞാൻ സത്യം പറഞ്ഞു, ഞാൻ ഈ എക്സൈറ്റ്മെന്റ് കാണിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും സ്വന്തം കടയിലെ സാധനം. ഇത് ഞാനിപ്പോ ശരിക്കും എല്ലാ പർച്ചേസസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 1000 സാരി മേടിക്കുകയാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഒറ്റ പ്രാവശ്യം ഇത് കാണുള്ളൂ. പിന്നെ വന്നിട്ട് നമ്മളിത് കാണുന്നേ ഇല്ലല്ലോ. പിന്നെ കാണുന്നത് ഇപ്പോഴാ. അതാണ് എനിക്കും ഒരു ഇഷ്ടം ഭയങ്കരമായിട്ട്. ചില സമയത്ത് നമ്മുടെ ഓരോരോ പേഴ്സണൽ ഇഷ്ടങ്ങളുണ്ടല്ലോ, അതാണ്. ഇനി ഒറ്റ സാരിയും കൂടെ ഉണ്ട്. ഇതിപ്പോ എത്ര കളറാണ് ഇത്? ഇത്രയും ഇരിക്കുമായിരുന്നോ? പച്ച വിത്ത് റെഡിഷ് മെറൂൺ. ഇത് കാണിച്ചു തന്നോ? റെഡിഷ് മെറൂൺ മുന്നേ ഞാൻ പറഞ്ഞ പോലെ ഇരിക്കുന്ന ബ്ലാക്കിന്റെ അറ്റത്ത് അല്ലേ. ബോട്ടിൽ ഗ്രീൻ വിത്ത് റെഡിഷ് മെറൂൺ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക. അങ്ങനെ ചൂസ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻസ് നോക്കുക. കാരണം ഇതിന്റെ റീസ്റ്റോക്ക് വരുമോ എന്ന് ഉള്ള കാര്യത്തിൽ ഇത് റിഡക്ഷന് നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇതിന്റെ റീസ്റ്റോക്ക്, അതിന്റെ സെയിൽ ക്ലോസ് ചെയ്തു എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പം ക്ലോസ് ചെയ്യുന്നതിന്റെ എൻഡ് ചെയ്യുവാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന് പിന്നെ റീസ്റ്റോക്ക് വരികയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാൻ കിട്ടുമെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ ഏത് കളർ എടുത്താലും നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. ഓരോരുത്തരുടെ ഇഷ്ടം. ഇത് നമ്മൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്,
ഇതിൽ 2 3 കണ്ട് മാത്രം ഒന്നിലധികം പീസസ് ഉണ്ട്. ബാക്കി എല്ലാത്തിനും സിംഗിൾ പീസസ് മാത്രമേ ഉള്ളൂ. ബാക്കി ഈ കണ്ട എത്ര എണ്ണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. ഇത് എല്ലാത്തിലും ഉപരി ഇതിപ്പോൾ റീലായിട്ട് ഷോർട്സ് ആയിട്ട് പോകുമ്പോൾ തന്നെ ആ വഴിക്ക് കുറേ എണ്ണം പോവും. അങ്ങനെ ഈയിടെ ഒരു സാരി കാണിച്ചിട്ട് ഞങ്ങൾക്കത് ഓൺലൈനിൽ കാണിക്കാൻ പറ്റിയിട്ടേ ഇല്ല, ഷോപ്പിൽ പോലും വെക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് അത് ഷോർട്സ് കണ്ടിട്ട് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയി. അതൊക്കെ തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്